وبركاته. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه وسلم. സഹോദരങ്ങളെ, നമുക്കൊക്കെ അറിയുന്നത് പോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിലേക്ക് പ്രവേശിച്ച ഒരാൾക്ക് നിർബന്ധമാക്കിയ ഏറ്റവും വലിയ കർമ്മം എന്ന് പറയുന്നത് നമ്മുടെ നിസ്കാരമാണ്. അല്ലാഹു തആല സൂറത്തുൽ മുഅ്മിനൂനിന്റെ ആദ്യത്തെ 2 ആയത്തുകളിൽ നമുക്ക് പറഞ്ഞത് കാണാൻ സാധിക്കും. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, വിശ്വാസം സ്വീകരിച്ച ആളുകൾ വിജയിച്ചിരിക്കുന്നു എന്ന് തുടങ്ങിയിട്ട് ഉടനെ തന്നെ പറഞ്ഞ കാര്യം അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവർ അവരുടെ നിസ്കാരത്തിൽ ഖുശൂ ഉള്ളവരാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. കേവലം നിസ്കരിക്കുന്നു എന്നുള്ളതല്ല, മറിച്ച് അവരുടെ നിസ്കാരത്തിൽ ഖുശൂയോടുകൂടി ഭയഭക്തിയോടുകൂടി നിസ്കരിക്കുന്നു, അവരാണ് വിജയിച്ചത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമ്മളൊക്കെ നിസ്കരിക്കുന്നവരാണ്, 5 നേരം നിസ്കരിക്കുന്നവരാണ്, അൽഹംദുലില്ലാഹ്. പക്ഷെ നമ്മളൊക്കെ നിസ്കാരം എന്തുമാത്രം ഖുശൂ ഉണ്ട് എന്നുള്ളത് നമ്മൾ പലപ്പോഴും പുനഃപരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. എത്രത്തോളം എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് ചിന്തിക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത്. കാരണം ഒരു ഹദീസിൽ വന്നത് കാണാൻ സാധിക്കും, ഒരു മനുഷ്യൻ നിസ്കരിക്കും, അവന് നിസ്കാരത്തിന്റെ പ്രതിഫലം ലഭിക്കുന്നത് അവൻ എത്രത്തോളം അതിൽ അള്ളാഹുവിനെ കുറിച്ച് ചിന്തിച്ചു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെ ഒരാൾക്ക് ചിലപ്പോൾ അവൻ ലഭിക്കുക 10-1 വരെ ആയിരിക്കും, അത്രയും കുറഞ്ഞു പോകും എന്നുവരെ ഹദീസുകളിൽ കാണാൻ സാധിക്കും. വെറും 10-1 മാത്രം ലഭിക്കുന്ന, അത്രയും കുറഞ്ഞു പോകുന്ന അവസ്ഥയിലേക്ക് ഒരാളുടെ നിസ്കാരം പോകുന്നതായിരിക്കും. അതുകൊണ്ട് ഖുശൂ ഉണ്ടാകാനുള്ള മാർഗം എപ്പോഴും നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കണം. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം സഹോദരങ്ങളെ, നമ്മൾ നിസ്കാരത്തിൽ എന്താണ് പറയുന്നത്, എന്താണ് ചൊല്ലുന്നത്, എന്താണ് ദുആ ചെയ്യുന്നത്, ഇതിനെക്കുറിച്ച് നമ്മൾ അർത്ഥമെങ്കിലും അറിഞ്ഞു പഠിക്കുക എന്നുള്ളതാണ്. അല്ല, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടുന്നുണ്ട്. എന്താണ് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ? നമ്മൾ പഠിക്കേണ്ട കാര്യമാണ്. ശേഷം പ്രാരംഭ പ്രാർത്ഥനയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പുകഴ്ത്തിക്കൊണ്ട് പാപങ്ങൾ പുറത്തു തരാൻ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കുന്നില്ല എങ്കിൽ എങ്ങനെയാണ് നമുക്ക് നിസ്കാരത്തിൽ ഖുശൂ ഉണ്ടാവുക? സൂറത്തുൽ ഫാത്തിഹ നിത്യവും ഏറ്റവും കുറഞ്ഞത് 17 തവണ പാരായണം ചെയ്യുന്നവരാണ് നമ്മൾ, 17 റക്അത്തുകളിലായിട്ട്. എന്താണ് സൂറത്തുൽ ഫാത്തിഹയിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് തുടങ്ങി നമ്മൾ പറയുന്നത്? സഹോദരങ്ങളെ, നമ്മൾ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കണം. പഠിച്ചവരും മനസ്സിലാക്കിയവരും എപ്പോഴും അത്തരം കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കണം. പിന്നീട് റുക്കൂവിൽ നമ്മൾ ചൊല്ലുന്നു, സുജൂദിൽ നമ്മൾ ചൊല്ലുന്നു, അവസാനം തശഹുദിൽ ചൊല്ലുന്നു. സഹോദരങ്ങളെ, ഇതിലൊക്കെ പറയുന്ന ഓരോ വാചകങ്ങളും പെറുക്കി പെറുക്കി അതിൻ്റെ അർത്ഥം നമ്മൾ പഠിച്ചാലല്ലാതെ നമുക്ക് യഥാർത്ഥ രൂപത്തിൽ ചിന്തിച്ച് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. അതോടൊപ്പം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു കാര്യം കൂടി കാണാൻ സാധിക്കും. നിസ്കാരത്തിൽ ഖുശൂവോടുകൂടി നിസ്കരിക്കാൻ നമുക്ക് സഹായകമാക്കുന്ന കാര്യമാണ്. ഒരു ഹദീസിൽ കാണാം, ഒരു വ്യക്തി വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, ഇൽനി വ ഔജിസ്, എനിക്ക് ഉപദേശം നൽകണം, പക്ഷേ ചുരുങ്ങിയ രൂപത്തിൽ വേണം നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം പറഞ്ഞു കൊടുത്ത നിസ്കാരത്തിന്റെ കാര്യമാണ്, ഇദാ ഖുംത ഫീ സ്വലാത്തിക് ഫസല്ലി സ്വലാത മുവദ്ദിഇൻ, നീ നിസ്കരിക്കാൻ നിന്നാൽ വിട പറഞ്ഞു പോകുന്ന ഒരുവനെ പോലെ നീ നിസ്കരിക്കണം. അഥവാ ഇതെന്റെ അവസാനത്തെ നിസ്കാരമാണ് എന്ന് ചിന്തിച്ച് നിസ്കരിക്കണം. എനിക്കൊരു നിസ്കരിക്കാൻ ഇനിയൊരു ഓപ്ഷൻ ഇല്ല, അത് അവസാനത്തേതായിരിക്കും എന്നുള്ള ചിന്തയിൽ നമ്മൾ ഓരോ നിസ്കാരം നിർവഹിക്കുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ ചലനങ്ങളൊക്കെ വളരെ കൃത്യമായി ശ്രദ്ധിക്കുന്നതായിരിക്കും. അല്ല, യഥാർത്ഥത്തിൽ നമ്മൾ ചിന്തിച്ചു നോക്കൂ സഹോദരങ്ങളെ, നമ്മളൊരു സ്ഥലത്തേക്ക് പോവുകയാണ്, ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് പറഞ്ഞ് പോകുന്നവനും എന്നും പോയി വരുന്നവനും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. നമ്മൾ ഒരിക്കലും തിരിച്ചു വരുന്നില്ല എന്ന് പറഞ്ഞ് പോകുമ്പോൾ നമ്മൾ ഓരോരുത്തരോടും യാത്ര പറഞ്ഞ് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് നമ്മൾ സംസാരം പോലും അതിനനുസരിച്ചായിട്ട് നമ്മുടെ പെരുമാറ്റങ്ങളൊക്കെ ഉണ്ടാവുക. കാരണം അവസാനമായിട്ട് കണ്ടു പോവുകയാണ്. അപ്പം അതേപോലെയാണ് നമ്മൾ ഓരോ നിസ്കാരത്തെയും നമ്മൾ കാണേണ്ടത്. യഥാർത്ഥത്തിൽ ചിന്തിച്ചാൽ എല്ലാവരും അവൻ നിസ്കരിക്കുന്ന ഒരു നിസ്കാരം അത് അവസാനത്തെ നിസ്കാരമായിരിക്കും. അല്ല, രാത്രി മരിച്ചുപോയ ഒരാളെക്കുറിച്ച് നമ്മൾ പറയും, ഇശായിന് കൂടെ നിസ്കരിക്കാൻ ഉണ്ടായിരുന്നു, പിന്നെയാണ് പോയത് എന്ന് പറയും. ഫജറിന് ശേഷം ളുഹറിന്റെ ഇടയിലാണെങ്കിൽ നമ്മൾ പറയും ഫജറിന് നമ്മൾ കൂടെ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ വീട്ടുകാർ പറയും അവർ ഫജർ എണീച്ച് നിസ്കരിച്ച ആളായിരുന്നു, പിന്നെയാണ് പോയത്. പക്ഷെ അവൻ ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവില്ല ഇതിന്റെ അവസാന നിസ്കാരമാണെന്നുള്ളത്. അതുകൊണ്ട് തന്നെ എത്രത്തോളം ഖുശൂയിൽ അവനെ നിസ്കരിച്ചു എന്ന് പോലും നമുക്ക് പറയാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ഓരോ നിസ്കാരവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഇദാ ഖുംത ഫീ സ്വലാത്തിക് ഫസല്ലി സ്വലാത മുവദ്ദിഇൻ, വിട പറഞ്ഞു പോകുന്ന അവസാനമായി നിസ്കരിക്കുന്ന ഒരുവനെ പോലെ നിസ്കരിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങൾ, എപ്പോഴും ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്, നിസ്കാരവുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളും മറ്റുമൊക്കെ നേരത്തെ എടുത്തതും മറ്റുമൊക്കെ ഉണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ കേൾക്കുന്നൊരു ശീലം വേണം. നമ്മൾ മുൻപ് ഒരു കാലത്ത് കേട്ട് എന്നുള്ളത് കൊണ്ട് അത് ഓർമ്മയിൽ നിൽക്കണം എന്നില്ല. അതുകൊണ്ട് നിസ്കാരത്തിന്റെ പ്രാർത്ഥനകൾ വിശദീകരിക്കുന്ന ക്ലാസ്സുകൾ ഉണ്ടെങ്കിൽ, നിസ്കാരത്തെക്കുറിച്ച് വിശദീകരിക്കുന്ന ക്ലാസ്സുകൾ ഉണ്ടെങ്കിൽ നമ്മൾ ഇടയ്ക്കിടെ അത് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ നിസ്കാരത്തിൽ ഒരു പരിധി വരെ ഖുശൂവോടുകൂടി നിസ്കരിക്കാൻ നമുക്ക് സാധിക്കും.
അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിക്കുമാറാകട്ടെ. വല്ലാഹു അഅലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.